ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ശ്യാമ മാഡം പറഞ്ഞതനുസരിച്ച് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സുധയെ കൊണ്ട് ഞാൻ ആ കുട്ടിയെ പരിശോധിപ്പിച്ചു. അതിൽ നിന്നും എനിക്കൊരു കാര്യം വ്യക്തമായി. ആ കുട്ടി പ്രഗ്നന്റ് അല്ല. അയാൾ പറഞ്ഞ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ഞാൻ അയാളെ കണ്ടിട്ടുണ്ട്. ഒരിക്കലല്ല, പലപ്പോഴും. സോ ഇയാളെ ഫിക്സ് ചെയ്യുന്നു? ആ, ഷുവർ. നിങ്ങൾ ഈ കണ്ടതിനപ്പുറം വേറൊരു ലോകം ഉണ്ടായേക്ക്. ഐ നോ ദാറ്റ്. എനിവേ, ബെഞ്ചമിനെ നമുക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ സർ. അതെ, നിങ്ങൾ എൻ്റെ ക്യാബിനിലേക്ക് ഇരുന്നു. എന്നിട്ട് അയാളോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറയും. ഓക്കെ. സർ, യാ, കം ഇൻ. കൺഗ്രാറ്റുലേഷൻസ് ബെഞ്ചമിൻ. ഞങ്ങൾ നിങ്ങളെ അപ്പോയിന്റ് ചെയ്തു. താങ്ക് യു സർ. കണിമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയൊരു സാമ്രാജ്യം. മുമ്പ് എനിക്കൊരു ശീലം ഉണ്ടായിരുന്നു. ഞാനൊരു ക്യാമറ എടുത്ത് നാട് ചുറ്റും അലഞ്ഞു നടക്കും. അതിനിടയിൽ പലപ്പോഴും അച്ഛൻ എന്നോട് പറയാറുണ്ടായിരുന്നു, ഈ ഒരു ചുറ്റിലൊക്കെ മതിയാക്കി ഈ സ്ഥാപനത്തിന്റെ MD സ്ഥാനം ഏറ്റെടുക്കാൻ. ജസ്റ്റ് ലൈക്ക് നിങ്ങളുടെ പപ്പ നിങ്ങളോട് പറഞ്ഞതുപോലെ. സർ, അല്ലത് സാറ് എങ്ങനെ അറിഞ്ഞു? എന്റെ സ്ഥാപനത്തിൽ ഒരാളെ എടുക്കുമ്പോൾ അയാളുടെ ഫുൾ ഡീറ്റെയിൽസ് അറിയുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. ഓ, അങ്ങനെ. പക്ഷേ ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു ബെഞ്ചമിൻ, നിങ്ങളുടെ രീതികളെ. ദെൻ ഐ എം ഷുവർ നിങ്ങൾ എൻ്റെ കമ്പനിക്ക് ഒരു അസറ്റായിരിക്കും. നമുക്ക് ഒന്നിച്ചു പോകാം. തീർച്ചയായും സർ. തൻ്റെ ഒരു പ്രവർത്തനത്തിനും എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തടസ്സം ഉണ്ടാവില്ല. കണിമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ കാര്യത്തിന് എന്നിൽ നിന്ന് ഒരു വീഴ്ചയും വരില്ല. മുട്ടി നോക്ക്. ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞിരുന്നു. മുത്തശ്ശി വരൂ. ഇരിക്കിരിക്കെ, വരൂ. സിസ്റ്റർ ഒന്ന് പുറത്തേക്ക്. കുറച്ചു മുൻപ് ഗായിക ശ്യാമ എന്നെ വിളിച്ചിരുന്നു. ആ, ഫിദ മാഡം വിളിപ്പിച്ചതായിരിക്കും. നിങ്ങൾ പേഷ്യന്റ് ആരാണ്? ഞാൻ ചേച്ചിയാ. രാധികയല്ലേ? ശ്യാമ മാഡം പേര് പറഞ്ഞിരുന്നു. ഇത് കണിമംഗലത്തെ മുത്തശ്ശിയാ, ജയഭാരതി. ഇഷ്യൂസൊക്കെ ശ്യാമ മാഡം ഡീറ്റെയിൽസ് ആയിട്ട് എന്നോട് പറഞ്ഞിരുന്നു. ആ പേഷ്യന്റിന്റെ പ്രഗ്നൻസിയെ കുറിച്ച് വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നു അല്ലേ? അതെ സർ. ശ്യാമ മാഡം പറഞ്ഞതനുസരിച്ച് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സുധയെ കൊണ്ട് ഞാൻ ആ കുട്ടിയെ പരിശോധിപ്പിച്ചു. അതിൽ നിന്നും എനിക്കൊരു കാര്യം വ്യക്തമായി. ആ കുട്ടി പ്രഗ്നന്റ് അല്ല. ഒരു പ്രഗ്നൻസി ടെസ്റ്റ് നടത്തുന്നത് ഇക്കാലത്ത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. എന്നിട്ട് ഈ കള്ളക്കഥ നിങ്ങൾ കുറെ പേർ വിശ്വസിക്കുന്നതും അതിന്റെ പേരിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായെന്ന് പറയുന്നതും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഏത് ഡോക്ടറാ പരിശോധിച്ചത്? ഏത് ഹോസ്പിറ്റലിലാണ് ഇത് കൺഫേം ചെയ്തതെന്ന് നിങ്ങൾ ചോദിച്ചില്ലായിരുന്നോ? അത് സർ, ഈ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു പ്രിയങ്ക. ഇവിടുന്ന് തിരിച്ചു പോകുമ്പോഴാ പ്രഗ്നന്റ് ആണെന്ന് ഡോക്ടർ പറഞ്ഞത്. ഇവിടെ നിന്നോ? ഏതാ ഡോക്ടർ? അന്ന് പ്രിയങ്ക പരിശോധിച്ചൊരു ഡോക്ടറാ, പേര് മാലിനി. ഞാൻ ഈ ഹോസ്പിറ്റലിന്റെ MD ആണ്. എന്റെ ഹോസ്പിറ്റലില് അരുതാത്തൊന്നും നടക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യ്.
ഇത് മാലിന്യെ വിളിച്ച് ഇപ്പോ തന്നെ ഞാൻ ക്ലിയർ ചെയ്യാം. ശരി സർ. ഇപ്പോഴത്തെ ടെസ്റ്റ് റിസൾട്ടില് പൂർണ്ണമായിട്ടും വിശ്വസിക്കാമല്ലോ അല്ലേ? 100%. ആ കുട്ടി ഗർഭിണിയല്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞെങ്കിൽ, ഇൻക്ലൂഡിംഗ് മൈസെൽഫ്, അതൊരു കള്ളക്കഥ മാത്രമാണ്. പെട്ടെന്ന് വീണപ്പോ പരിഭ്രമിച്ചതാ, അല്ലാതെ കാര്യമായ ചതവോ ഫ്രാക്ചറോ ഒന്നുമില്ല. ശരി മാഡം. മാഡം ഇവിടെ ഇല്ലാതിരുന്നപ്പോ ആരെങ്കിലും പരിശോധിക്കുമെന്നുള്ള പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പൊ തന്നെ ഞാൻ CI സാറിനെ വിളിച്ച് വിവരം പറഞ്ഞു. CI എന്നെ വിളിച്ചിരുന്നു. ആക്ച്വലി ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങാൻ തുടങ്ങുമായിരുന്നു. വലിയ ഉപകാരം മാഡം. അന്ന് മാഡം അവരോടൊക്കെ പറഞ്ഞ വാക്കില ഞാനും എന്റെ മോളും ആ കുടുംബത്തെ ഇപ്പൊ പിടിച്ചു നിൽക്കുന്നത്. നോക്ക്, സിയുടെ കൂടെ ഒരാൾ ഉണ്ടായിരുന്നില്ലേ? അയാളുടെ പേരെന്താ? ഗൗതം. ആ, അവരുടെ പ്രഷർ കൊണ്ടാ ഞാനത് അങ്ങനെയൊക്കെ ചെയ്തത്. നിങ്ങൾ ഈ കാര്യം പുറത്താരോടെങ്കിലും പറഞ്ഞാ അതെന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കും. സോ എനിക്കൊരു ബുദ്ധിമുട്ട് നിങ്ങളുടെ ഭാഗത്തൊന്നും ഉണ്ടാവരുത്. അയ്യോ മാഡം, ഞങ്ങൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. മാഡത്തെ ഞങ്ങൾ ദൈവത്തെ പോലെയാ കാണുന്നേ. മാഡം ഒരൊറ്റ ആള് വിചാരിച്ചതുകൊണ്ടാ ഇവളിപ്പോ ഇവളുടെ ഭർത്താവിന്റെ വീട്ടിൽ കഴിയുന്നേ. അതെ, അതിന്റെ നന്ദി ഈ ജീവിതകാലം മുഴുവൻ ഉണ്ടാകും മാഡം. ശരിയെങ്കിൽ നിങ്ങളെ ഇപ്പൊ തന്നെ ഞാൻ ഡിസ്ചാർജ് ചെയ്തേക്കാം. കൂടുതൽ സമയം നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് അപകടമാ. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന നിലയ്ക്ക് ചിലപ്പോ മറ്റാരെങ്കിലും വന്ന് അറ്റൻഡ് ചെയ്തെന്ന് വരും. എന്തായാലും അത് വേണ്ട. ശരി മാഡം. കുട്ടി എഴുന്നോളൂ. മാഡം, സുധാംശു സാർ വിളിക്കുന്നുണ്ട്. അപ്പോ മരുന്നുകളെല്ലാം കൃത്യമായിട്ട് കഴിക്കണം. 2-3 ദിവസം കഴിഞ്ഞ് ഒന്ന് വന്ന് കാണിക്കാം. ശരി 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 മാഡം. അയ്യോ, നല്ല തങ്കം പോലത്തെ ഒരു പെങ്കൊച്ച്. ഇങ്ങനെയുള്ള ആൾക്കാര് ഭൂമിയിൽ എത്ര വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ. എടിമോളെ പെട്ടുപോയിന്ന് വിചാരിച്ചതാ. എവിടെ മുത്തശ്ശി? ആ തള്ളയോ അവളും? മേ കമിൻ സർ? യെസ്, കം ഇൻ.